വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ. കോയമ്പത്തൂർ പോയി കല്യാണത്തിനുണ്ടാ തുണിത്തരങ്ങളെല്ലാം അതെ അതെ, ഇന്നിപ്പോ രാവിലെ അതെ 6:45 നമ്മൾ അവിടെ 2.5 മണിക്കൂറാണ് ഡ്രൈവ് ഉള്ളത്. വേഗം പോവാ. രാവിലെ നേരത്തെ സൺറൈസ് ചെയ്യാ. രാവിലെ ഇപ്പം ഇറങ്ങുക കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ ശ്രീദേവിയിലേക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോകണം. നല്ല ലൈറ്റ്. ഓക്കെ, കോയമ്പത്തൂർ ശ്രീദേവിയിലേക്കാണ് പോകണത്. വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഫുൾ. ഏതൊരു കല്യാണം നടക്കുമ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും, ഇവരെന്തിനീ കോയമ്പത്തൂർ, തമിഴ്നാട്, മധുര അവിടെയൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു കാര്യം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡൻസ് എനിക്ക് മനസ്സിലായത്. സോ രാവിലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇറങ്ങായി. 6:30 ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7-7:30 മണിയൊക്കെ ആയി. കല്യാണം എന്ന് പറയുമ്പോൾ പുടവ എടുക്കാനുണ്ടാവും, ദക്ഷിണ സാരികൾ എടുക്കാനുണ്ടാവും. നമുക്കാണെങ്കിൽ അധികം ദിവസവും ഇല്ല. അപ്പം നമുക്ക് എല്ലാതും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂരുള്ള ശ്രീദേവി ടെക്സ്റ്റൈൽസിലേക്ക് ഞങ്ങൾ പോയത്. കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ കസിൻസ് ആയിട്ടുള്ള ചിന്നുവിൻ്റെ അബീഡിയും കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അനിൽ പാപ്പി സുജിത മാമായിരുന്നു ഞങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് പോയി എല്ലാതും കിട്ടുന്നു. ഒരു കല്യാണം നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള അവർ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഡ്രസ്സിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്ക് തന്നെ വിട്ടു. ഞങ്ങൾ ഒറ്റപ്പാലം വാളയാർ ഭാഗത്ത് കൂടിയാണ് പോയത്. ഒന്നും പറയാല്ലേ, വഴി അടിപൊളി വഴിയായിരുന്നു. ഒരു ട്രിപ്പിന് പോയി വരുന്ന ഒരു രസത്തിൽ കൂടെയായിരുന്നു ഞങ്ങൾ പോയത്. ഭാരതപ്പുഴയൊക്കെ കണ്ട് അങ്ങനെ തൃശ്ശൂർ വിയ്യൂരിന്ന് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ജേണി ഒരു ഒറ്റപ്പാലൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ നിർത്തി ഞങ്ങൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. രാവിലെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മസാല ദോശ അല്ലെങ്കിൽ ഒരു ഗീ റോസ്റ്റ്, അതിനോടൊപ്പം ആവി പാർന്ന ഒരു കോഫി, അതാണല്ലോ നമുക്കൊരു ആ ഒരു രസം വരുന്നത്. പോണ വഴി ഇരിക്കണ വഴി ഒക്കെ പ്ലാനിങ് ആണ്. അത് തീർക്കണം, ഇത് തീർക്കണം, അങ്ങനെയൊക്കെ. വിജയദശമി ദിവസത്തിലാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കോയമ്പത്തൂരിലുള്ള ഇങ്ങനത്തെ കടകൾ തുറക്കോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഓപ്പണിംഗ് ടൈമിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ 9:30 അവിടെ എത്തണം, സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അവിടെ എത്തണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരു 11:30 മണിയൊക്കെ ആയി. പക്ഷെ പോകണ വഴി ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിരുന്നു. ഇത് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മലയുടെ ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാനാവാത്തതിലപ്പുറമാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കുറേ സംസാരങ്ങളൊക്കെ ആയിട്ട് പോകണോണ്ട് സമയം പോകണമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് എത്തിയപ്പോഴും പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോഴും ആ ഒരു ചൂടിൻ്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു യാത്രയിലാണ് കേട്ടോ. സംഭവം കൊള്ളാം. ഞാൻ 9 മാസത്തിന് ശേഷം UAE വന്ന് ഉള്ളൊരു ഫസ്റ്റ് ലോങ് ട്രിപ്പായിരുന്നു കോയമ്പത്തൂർക്ക്. ഞാൻ മധുരയ്ക്ക് പോയിട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ച പ്ലാനുകളിൽ മാറ്റം വന്നു എന്നുണ്ടെങ്കിലും ദൈവം സഹായിച്ച് നമുക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടി. പോണ വഴി നമ്മൾ ഇങ്ങനെ ഒരു മല കണ്ടു കേട്ടോ. ആ മലയുടെ അവിടെ കുറേ കവാടങ്ങളൊക്കെ ആയിട്ട് ഒരു അമ്പലം പോലെയാണ് അത് ഫീൽ ചെയ്തത്. ഒരു 9:30-10 മണിക്ക് ശേഷമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയത്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ എറണാകുളവും ഡ്രസ്സൊന്നും തപ്പാതെ സാരി ഒന്നും തപ്പാതെ നേരെ കോയമ്പത്തൂർ ശ്രീദേവി ടെക്സ്റ്റൈൽസിലേക്ക് പോയത്? അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കളക്ഷൻസ് തന്നെയാണ്. 500 രൂപ തൊട്ട് 50,000 രൂപ വരെയുള്ള ബഡ്ജറ്റിൽ നമുക്ക് സാരികൾ കിട്ടും, അതും നല്ല ക്വാളിറ്റിയിൽ. ശ്രീദേവി ടെക്സ്റ്റൈൽസ് ഗാന്ധിപുരം ഭാഗത്താണുള്ളത്. കോയമ്പത്തൂരുള്ള ഗാന്ധിപുരം ശ്രീദേവി ടെക്സ്റ്റൈൽസ്, അവിടെ സൈഡിൽ തന്നെയായിട്ട് പാർക്കിംഗ് ഉണ്ട്. ഈ ടെക്സ്റ്റൈൽസിന് 2 ഷോറൂമായിട്ടാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാരീസിന്റെ മാത്രമായിട്ടുള്ള ബിൽഡിംഗ് ആണിത്. ഓരോ ഫ്ലോറിൽ ഓരോ ഭാഗത്തായിട്ട് ഓരോ സെഷൻസ് ആയിട്ടാണ് ഇവര് പലതരത്തിലുള്ള സാരികൾ, പല റേഞ്ചിലുള്ള സാരികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ് എ കസ്റ്റമർ നമുക്ക് അത്രയ്ക്കും എളുപ്പത്തിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റി. അതായത് ഷോപ്പിംഗ്. നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടുകാരും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കോയമ്പത്തൂർക്ക് വന്നത്. സാരിയൊക്കെ വെച്ച് നോക്കി നമുക്ക് ഇഷ്ടമായത് അവർ ഉടുത്ത് വെച്ച് തന്ന് നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് പ്രൊമോഷൻ വീഡിയോയോ ഒന്നുമല്ല. എനിക്ക് അത്രത്തോളം ആ ഒരു ടെക്സ്റ്റൈൽസ് ഇഷ്ടമായി, കൺവീനിയൻ്റ് ആയി തോന്നി ആസ് എ കസ്റ്റമർക്ക്. കല്യാണ പുടവയാവട്ടെ, ദക്ഷിണ സാരികളാവട്ടെ, എല്ലാതും കൂടെ ഒരു ദിവസത്തിൽ ഷോപ്പിംഗ് കഴിയാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത്രത്തോളം കളക്ഷൻ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇനി മെറ്റീരിയൽസിനാവട്ടെ, മെന്നിനുള്ള ഡ്രസ്സുകളാവട്ടെ, ഇനി സാധാരണ കുർത്തികളാവട്ടെ, എല്ലാതും ഓരോരോ സെഷൻസ് ആയിട്ട് ഇവര് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്ത് വന്ന് പോവാം. ഇവിടെ നിന്ന്
സാരി സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ നേരെ ആര്യാസിലേക്കാണ് കയറിയത്. അവിടെ നല്ല മീൽസ് ഉണ്ടായിരുന്നു, തമിഴ്നാട് സ്റ്റൈലിലെ മീൽസ്. ആ ഫുഡ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓൾറെഡി അവിടെ നല്ല തിരക്കായിരുന്നു. ആ വഴി എന്ന് പറയുന്നത് ഫുൾ പോത്തീസ് പോലെയുള്ള കുറേ കടകൾ. അതുകൊണ്ട് തന്നെ ആ സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും കിട്ടും. ചോറും സാമ്പാറും രസവും ബീട്രൂട്ട് ഉപ്പേരിയും പായസവും അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ടുള്ള ഒരു സദ്യ കഴിച്ച് ഞങ്ങൾ പിന്നെയും ഷോപ്പിങ്ങിന് ഇറങ്ങി. ഏകദേശം ഒരു 5-5:30 ആകുമ്പോഴേക്കും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റിട്ടേൺ ആയി. നമുക്ക് വേണ്ടതെല്ലാതും ഇവിടുന്ന് കിട്ടി. സമയം 5:20. എല്ലാ പരിപാടിയും കഴിഞ്ഞു അല്ലേ? നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. എന്താല്ലേ ഇനി കുറച്ച് അറ്റകുറ്റ ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ട്, അതില്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ റിസപ്ഷൻ ഭാഗം തൊട്ടിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ സെഷൻ മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വേറൊരു ദിവസം കൊച്ചിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് രാവിലെ വെയിലായതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റാതിരുന്ന വഴികൾ ഇപ്പം ഞങ്ങൾ ആസ്വദിച്ചു പോയി. ഈവനിങ് ടൈമിൽ ആ സൺസെറ്റിൻ്റെ ഭംഗിയുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. പിന്നീട് ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മുടെ അത്താണിയിലുള്ള ലാവിഷ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി ഒക്കെ കഴിച്ച് അന്നത്തെ ആ ഒരു ഷോപ്പിംഗ് ഡേൻ്റെ എല്ലാ ടയേർഡും കളഞ്ഞു. അപ്പം ശരി, അടുത്ത ദിവസം കാണാം.